റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടന്നു. അതായത് തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് കീവ് നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രധാനമായും ആക്രമണം നടത്തിയത്. അതായത് കീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരി ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീപത്തെ ഏതാണ്ട് 10ഓളം ജില്ലകളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതായത് 550 ഡ്രോണുകളും 20ഓളം മിസൈലുകളും ഉപയോഗിച്ചു എന്നാണ് ഉക്രൈൻ പറയുന്നത്. അതായത് കീവിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യ നടത്തുന്ന തുടർച്ചയായ ആക്രമണം ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നടത്തിയ ആക്രമണം റഷ്യയുടെ നാവികസേന ഉപമേധാവിയായ മേജർ ജനറൽ മിഖായൽ ഗുഡ്കോവിനെ കഴിഞ്ഞ ദിവസം ഉക്രൈൻ കൊലപ്പെടുത്തിയിരുന്നു. അതായത് ഉക്രൈൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന റഷ്യയിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയാണ് ഈ ഗുഡ്കോവ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ മികച്ച സേവനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം പുടിൻ ആദരിക്കുകയുമൊക്കെ ഹീറോയായി ആദരിച്ച വ്യക്തിയാണ്. ഈ ഗുഡ്കോവിനെ തന്നെയാണ് പുടിൻ കഴിഞ്ഞ വർഷം തീരദേശ കരസേനയുടെ ഡെപ്യൂട്ടി മേധാവിയായി നിയോഗിച്ചതും. ഇത്തരമൊരു ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ശക്തമായ ആക്രമണം റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ സാഹചര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഫോണിൽ ഒരു സംഭാഷണം നടത്തി, ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് റഷ്യയിലെ പുടിനുമായിട്ട് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം, അതായത് ട്രംപ് വന്നതിന് ശേഷം നടക്കുന്ന ഏതാണ്ട് 4ാമത്തെയോ മറ്റോ ചർച്ചയായിരുന്നു ഇത്. ഈ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പല കാര്യങ്ങളോടും പുടിൻ യോജിച്ചില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഈ ചർച്ച അത്ര വിജയകരമായിരുന്നില്ല, സുഖപ്രദമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉക്രൈൻ അനുകൂലമായ നിലപാടുണ്ടായില്ല എന്നാണ്. പുടിൻ തങ്ങളുടെ നിലപാടുകൾ കൃത്യമായിട്ട് വ്യക്തമാക്കി. അതായത് ഉക്രൈൻ്റെ സെലൻസ്കിയെ ആ പദവിയിൽ നിന്ന്, അതായത് ഉക്രൈൻ ഭരണാധികാരി എന്ന പദവിയിൽ നിന്ന് പുറത്താക്കണം. കൂടാതെ ഉക്രൈൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതുപോലെ തന്നെ നാറ്റോ രാജ്യത്തിൽ അല്ലെ നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകുന്നതിൽ നിന്ന് പിന്മാറണം. ഒരു കാരണവശാലും ഉക്രൈന് അംഗത്വം നൽകാൻ പാടില്ല. കൂടാതെ റഷ്യ ഇതുവരെ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത കുറേ അധികം സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ നിയന്ത്രണാവകാശം ഇനിയും റഷ്യയുടെ കൈവശം തന്നെയായിരിക്കണം. ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആ പ്രസ്താവന, ഇതൊക്കെ തന്നെ മീഡിയയിലൂടെ ട്രംപ് പറയുകയാണ്. ഈ വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഉക്രൈന് നേരെ വീണ്ടും റഷ്യ ആക്രമണം നടത്തിയതും. 550ഓളം ഡ്രോണുകൾ അതുപോലെ തന്നെ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 270ഓളം എണ്ണത്തെ ഞങ്ങൾ പ്രതിരോധിച്ചുവെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കീവിലെ ഒരു വിമാനത്താവളത്തിലടക്കം വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി, അവിടെ വലിയ തീപിടുത്തമുണ്ടായി. എന്ന് പറഞ്ഞാൽ കീവിലെ തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളത്തിന് തീ പിടിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന് ഔദ്യോഗികമായിട്ട് ഉക്രൈൻ പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഉക്രൈൻ ആർമിയുടെ ഒരു മനോവീര്യം തകർന്നു പോകും. അത് സംഭവിക്കാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവർ പുറത്തുവിടാത്തത്. എന്തായാലും 2 ബാലിസ്റ്റിക് മിസൈലുകളും ഉക്രൈൻ തകർത്തു എന്ന് പറയുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ സെലൻസ്കിയുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പറയുന്നത് ഇനി ഉക്രൈനുള്ള സൈനിക അതുപോലെ തന്നെ പ്രതിരോധ ഉപകരണങ്ങളുടെ വിതരണം ഞങ്ങൾ നിർത്താൻ പോവുകയാണ്, ഞങ്ങൾ ഇത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കീവിലെ സംഘർഷാവസ്ഥ ഇതോടുകൂടി ഏതാണ്ട് കുറയും. അങ്ങനെയാണെങ്കിൽ റഷ്യൻ നിലപാട് അംഗീകരിച്ച് ഉക്രൈൻ യുദ്ധം നിർത്തും. ഇതാണ് അമേരിക്കയുടെ തന്ത്രമെന്ന് പറയപ്പെടുന്നു. ട്രംപ് പറയുന്നുണ്ട് ഞങ്ങളാണ്, അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൻ്റെ പിന്തുണയിൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ, സാമ്പത്തിക സഹായമൊക്കെ ഉക്രൈന് നൽകിയത്. ഡ്രോണുകൾ നൽകിയിട്ടുണ്ട്, മിസൈലുകൾ നൽകിയിട്ടുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്, തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ ആയുധ സംഭരണത്തിൽ വലിയ കുറവുണ്ടാകുന്നു. അപ്പോൾ എല്ലാ കാലവും നാറ്റോയുടെ പിന്തുണയിൽ അമേരിക്കയാണ് ഉക്രൈനെ സഹായിച്ചത്. പക്ഷേ ട്രംപ് വന്നപ്പോൾ ഏതാണ്ട് ഈ സെലൻസ്കിക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു, സെലൻസ്കിയെ പരമാവധി ലോകരാജ്യങ്ങളുടെ മുന്നിൽ അപമാനിക്കുന്നു. ഇതൊക്കെ ട്രംപ് ചെയ്തതാണ്. ഇവിടെ പുടിൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ ഇവിടെ അധിനിവേശം നടത്തിയത് പഴയ USSRനെ പോലെ, പഴയ സോവിയറ്റ് യൂണിയനെ പോലെ ഒരു ബൃഹത്തായ രാജ്യം സ്ഥാപിക്കുക, ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടേ ഞങ്ങൾ യുദ്ധം നിർത്തുകയുള്ളൂ. അപ്പോൾ ഈ കീവിൽ ഉൾപ്പെടെ
അവിടെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം കടുത്ത ആക്രമണം അവർ നടത്തുകയാണ്. 2 ആഴ്ചക്കിടയിൽ ഇത്തരത്തിൽ 500ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന രണ്ടാമത്തെ ആക്രമണം അല്ലെങ്കിൽ മൂന്നാമത്തെ ആക്രമണം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. എന്തായാലും ഈ ആക്രമണത്തെ തുടർന്ന് വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണം സംഭവിച്ചു. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് ഇപ്പോൾ ഉക്രൈൻ ഭരണകൂടം പറയുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് കനത്ത പുകയും തീയുമൊക്കെ ഉയരുന്നു. അന്തരീക്ഷം ഏതാണ്ട് മലിനപ്പെട്ടിട്ടുണ്ട്. എയർ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ട് ആളുകൾ മുറിക്കുള്ളിൽ കഴിയണം, പരമാവധി വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശവും പറയുന്നു. അപ്പോൾ പുടിനും ട്രംപും തമ്മിലൊരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്നെ റഷ്യ ആക്രമണം തുടങ്ങുന്നു. ആ ആക്രമണത്തിൻ്റെ സൈറണുകൾ വന്നതോടുകൂടി ജനങ്ങൾ ബങ്കറുകളിലേക്കും അഭയസ്ഥാനങ്ങളിലേക്കും ഓടി മാറുകയാണ്. ഇവിടെ ഇപ്പോൾ റഷ്യ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സൈനിക ഉപമേധാവിയെ ഉക്രൈൻ കൊലപ്പെടുത്തി, സ്വാഭാവികമായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ജനക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുവെക്കുന്നു, അല്ലെ ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവെക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ആക്രമണം ഒരു പക്ഷേ ജനവാസ കേന്ദ്രത്തിന് നേരെ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ അപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്തിൽ ഏതാണ്ട് 50% മരണസംഖ്യ വർദ്ധിച്ചെന്ന് ഉക്രൈൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇതാണ്. അതായത് ജനവാസ മേഖലയിൽ ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ പ്രതിരോധിക്കാനായിട്ട് ഉക്രൈൻ ശ്രമിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം കൊണ്ട് 2 രാജ്യത്തെയും നിരപരാധികളായ 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഇതിനൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇപ്പം ഈ പറയുന്ന കീവ് മാത്രമല്ല, കാർക്കിസ്, സുമി, ചെർണിഗീവ്, കീവ് നഗരങ്ങളിലൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ട് ഉക്രൈൻ പറയുന്നുണ്ട്. അപ്പോൾ പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ച ഫലപ്രദമായില്ല. ഇതിനിടയിലാണ് ഈ ജൂലൈ 10-ാം തീയതി ഉക്രൈനിലൊരു ഉച്ചകോടി നടക്കാൻ പോകുന്നു. ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉച്ചകോടിയുടെ സഹ അധ്യക്ഷന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയും അതുപോലെ തന്നെ ബ്രിട്ടനിലെ, അതായത് ഈ ജൂലൈ 10-ന് ഉക്രൈനിൽ ഒരു ഉക്രൈൻ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. ഇതിൽ സഹ അധ്യക്ഷന്മാരായിട്ട് വരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമാണ്. ഇവരുടെ വരവിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവരുടെ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം നാറ്റോ രാജ്യങ്ങൾക്ക് എങ്ങനെ ഗൗരവമായിട്ട് ഈ ഉക്രൈനെ സഹായിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. ഈ ആലോചനയൊക്കെ നടത്തുന്നതിന് മുന്നോടിയായി തന്നെ ഏതാണ്ട് 550ഓളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈന് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞു. അതായത് കഴിഞ്ഞ 100 കണക്കിന് മിസൈലുകളാണ് ഏതാനും ആഴ്ചകളായിട്ട് ഉക്രൈനിൽ വന്ന് പതിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ മാസം ഇസ്താംബൂളിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ സൈനിക തടവുകാർ, യുദ്ധ തടവുകാരായി പിടിച്ച സൈനികരുണ്ട്. 25 വയസ്സിൽ താഴെയുള്ള ഗുരുതരമായി പരിക്കേറ്റ രോഗങ്ങളുള്ള സൈനികരെ പരസ്പരം കൈമാറാൻ. അത്തരമുള്ള എഗ്രിമെൻ്റ് ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് റഷ്യ മാരകമായ രീതിയിൽ തന്നെ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നത്. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞങ്ങൾ ഈ പറയുന്ന പ്രതിരോധ ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെയുള്ള സപ്ലൈ നിർത്തിവെക്കുകയാണ്. അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ റഷ്യയുടെ ആക്രമണം കൂടുതൽ കടുപ്പിക്കും. തങ്ങളുടെ ഉദ്ദേശം, അതായത് അധിനിവേശനത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിച്ചിട്ടേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂ. അപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി ഇതിനെയൊക്കെ നിന്ദ്യമായ നടപടി, നീചമായ നടപടി എന്നൊക്കെ അപലപിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക കൂടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉക്രൈൻ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഈ ആക്രമണത്തിന് മുന്നോടിയായുള്ള അലാം മുഴങ്ങുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെല്ലാം തന്നെ പുകപടലങ്ങൾ നിറയുന്നു, പുക വ്യാപിക്കുന്നു. അതുപോലെ തന്നെ വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. ജനങ്ങൾ ഭയാശങ്കയിലാണ്. അവർക്ക് ഒരു ആശ്വാസം നൽകാൻ ഒരുപക്ഷെ ഉക്രൈൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളും ഉക്രൈനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നോക്കുന്നു. എന്തായാലും ഈ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അടുത്ത കാലത്തായിട്ട് റഷ്യ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കീവ് നഗരം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരുന്നു. വിമാനത്താവളത്തിന് തീപിടിക്കുന്നു. അതുപോലെ തന്നെ ജനവാസ മേഖലയിലെ നിരവധി കെട്ടിടങ്ങളും തകരുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ലോകരാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയിൽ തന്നെ പുടിൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സെലൻസ്കി സ്ഥാനമൊഴിയണം, നാറ്റോയിൽ അംഗത്വം കൊടുക്കരുത്, യുക്രൈൻ്റെ ഭരണഘടന പോലും തിരുത്തണം. മാത്രമല്ല റഷ്യ അധിനിവേശം നടത്തി പിടിച്ചെടുത്ത ഉക്രൈൻ്റെ സ്ഥലങ്ങളുടെ നിയന്ത്രണം ഇനി ഞങ്ങൾ ഒരു കാരണവശാലും ഒരു രാജ്യത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഉക്രൈന് വിട്ടുകൊടുക്കില്ല എന്നാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ USSRനെ
അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സാമ്രാജ്യത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വ്ളാഡിമിർ പുടിൻ തൻ്റെ ലക്ഷ്യവുമായിട്ട് വളരെ വേഗം മുന്നേറുന്നു. എന്തായാലും ഉക്രൈൻ ഇനി എത്ര കാലം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ്റെ നിലപാട് എന്താണെന്ന് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരു കാരണവശാലും അവർ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ആയുധങ്ങൾ നൽകിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റഷ്യ കീവിനെ തകർത്തതുപോലെ ഉക്രൈനെ പൂർണ്ണമായിട്ടും തകർക്കുകയോ അല്ലെങ്കിൽ ഉക്രൈനെ കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യത്തോട് ചേർക്കുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.